ഇതിൽ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗിനായിരിക്കും. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴിഞ്ഞ് PMC പദ്ധതിയുമായി മുന്നോട്ട് പോകാനും കേന്ദ്ര ഫണ്ട് വാങ്ങാനും ഉപസമിതിയെ നിയോഗിച്ചത് UDFന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ തെളിവാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംഘപരിവാർവൽക്കരിക്കുവാനുള്ള നീക്കങ്ങൾക്ക് കുടപിടിക്കുന്ന UDF ജനങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. രാജ്യസഭയിൽ രണ്ടുപേരാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ശ്രീ അബ്ദുൽ വഹാബും അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ പാർലമെന്റ് രാജ്യസഭ അംഗവും. പാർലമെന്റിലെ മുസ്ലിം ലീഗ് MP ശ്രീ അബ്ദുൽ വഹാബ് ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ വ്യക്തമായ മറുപടി UDF സർക്കാരിന്റെ വ്യാജ പ്രചരണങ്ങളുടെയും ഇരട്ടത്താപ്പിന്റെയും മുഖംമൂടി വലിച്ചുകയറിയിരിക്കുകയാണ്. PMC പദ്ധതിയിൽ ഒപ്പുവച്ചില്ലെങ്കിലോ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാലോ സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന സാർവത്രിക വിദ്യാഭ്യാസ സഹായത്തെയോ ഫണ്ടുകളെയോ അത് ബാധിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രേഖാമൂലം നൽകിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പറയുന്നത്. മുമ്പ് അന്നത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ടപ്പോഴും സമഗ്ര ശിക്ഷയുടെ ദേശീയ യോഗങ്ങളിലും PMC ധാരണാപത്രം ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷ ഫണ്ട് നൽകില്ല എന്നാണ് കേന്ദ്രമന്ത്രിയും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിരുന്നത്. പദ്ധതിയിൽ ചേരാത്ത സംസ്ഥാനങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങൾ മാത്രമാണ് നഷ്ടപ്പെടുക എന്ന് കേന്ദ്രം ഇപ്പോൾ പറയുമ്പോൾ ഫണ്ട് തടസ്സപ്പെടുമെന്ന തെറ്റായ ന്യായീകരണം ഉയർത്തി കാവ്യവൽക്കരണ അജണ്ടയുമായുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ UDF സർക്കാർ കാണിക്കുന്ന തിടുക്കം ആരെ പ്രീതിപ്പെടുത്താനാണ്? BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മുൻപ് പരസ്യമായി പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഞങ്ങൾ PMC പദ്ധതി നടപ്പിലാപ്പിക്കും എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കൊണ്ട് PMC സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുമെന്ന് BJP നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അപ്പം മിക്കവാറും അവരങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കേരളത്തെ ആവേശപ്പെടുത്തുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ഭരണത്തിലുള്ള UDFും അതിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രന്റെയും BJPയുടെയും അതേ പ്രഖ്യാപനം പ്രാവർത്തികമാക്കാനാണ്. സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് മുസ്ലിം ലീഗും UDFും സർക്കാരും വഴങ്ങിക്കൊടുക്കുന്നത് ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല മതേതര മൂല്യങ്ങളിലും ഭരണഘടനാ തത്വങ്ങളിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ PMC വഴി സംഘപരിവാർ അജണ്ടകൾ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് നേരിട്ട് കടത്തിവിടാനുള്ള വഴി തുറക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഫണ്ട് തടസ്സപ്പെടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ഒരു നിമിഷം പോലും വൈകാതെ കരാറിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറാവണം എന്ന് മാത്രമല്ല ഏതവസരത്തിൽ വേണോ ഗവൺമെന്റിന് പിന്മാറാമെന്ന് രാജ്യസഭയിൽ കൊടുത്ത മറുപടിക്ക് 2 പാർലമെന്റ് മെമ്പർമാരെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ കള്ളമാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ മന്ത്രിയായിരിക്കുന്ന ശ്രീ ഷാജി പറഞ്ഞല്ലോ, ഈ എല്ലാ PMC കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ PMC ഞങ്ങൾ കടലിലെറിയുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ എവിടെയാണ് അവരെറിയാൻ വേണ്ടി പോകുന്നതെന്നറിയില്ല. ഫണ്ട് ലഭിക്കില്ലെന്ന കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്നത് UDF അവസാനിപ്പിക്കണം. കേരളത്തിന്റെ മതേതര പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം. എന്റെ വഹാബിന്റെ മറുപടി എന്റെ ഉണ്ട്. അതേപോലെ തന്നെ ജബി മേത്തറിന്റെയും മറുപടി എന്റെ ഉണ്ട്. 2 പാർലമെന്റിൽ തന്നിട്ടുള്ള മറുപടിയുണ്ട്. അതിൽ വ്യക്തമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യം അത് 1-2 കാര്യം കൂടെ പറയാനുണ്ട്.
കുഞ്ഞാലിക്കുട്ടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP പറഞ്ഞതുപോലെ PM ശ്രീ സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഒരു സംസ്ഥാന ദേശീയ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് PM ശ്രീയുടെ പ്രോജക്റ്റും വിഷയവും. ആ വിഷയത്തിൽ ഒരു കാര്യവും മനസ്സിലാക്കാതെ വെറും കള്ളത്തരം, സത്യവിരുദ്ധമായ കാര്യം ഒരു മുഖ്യമന്ത്രി വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ ആദ്യം തന്നെ ഇങ്ങനൊരു സബ് കമ്മിറ്റിക്ക് വരുന്നതിന് മുമ്പ് UDF ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത് പദ്ധതി നടപ്പിലാക്കുന്നത്. LDF ഒപ്പിട്ടതുകൊണ്ട് നമുക്ക് നടപ്പിലാക്കിയേ പറ്റൂ എന്നായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഒരു സബ് കമ്മിറ്റി വെച്ചു. അത് 2 തവണ യോഗം ചേർന്ന് പിന്നീട് അതിന്റെ യോഗമൊന്നും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായില്ല. അതിൽ തന്നെ എതിർപ്പുണ്ടായി എന്നാണ് പറയുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ വാർഷിക പുറത്താണ് അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത്. ലീഗിനും വലിയ താല്പര്യമില്ല. മുഖ്യമന്ത്രി BJP-യുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അടുപ്പത്തിന്റെയും മുന്നണിയുടെയും കാര്യമാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാ കാര്യങ്ങളും സെനറ്റിൽ ആളിനെ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഈ അടുത്ത കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുകൾ നിയമിക്കുന്ന കാര്യത്തിലായിരുന്നാലും പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും ഒരു BJP ടച്ചുണ്ട്. RSSനെ BJP സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ധാരാളം വായിക്കുന്ന ആളെന്നൊക്കെ തന്നെ സ്വയം പറയുന്നുണ്ടെങ്കിൽ തന്നെ PM ശ്രീയുടെ മൊത്തം കാര്യങ്ങൾ അദ്ദേഹം വായിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ കള്ളമാണ് തട്ടിവിട്ടത്. കുറെ ദിവസം ചില ഇത് വളരെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ചില മാധ്യമങ്ങൾ കൊണ്ടല്ലോ, അതായിരുന്നു കാണാനില്ല ഇവിടെ. ആ മാധ്യമങ്ങൾക്കൊപ്പം പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെയും മറുപടി കിട്ടിയിട്ടുണ്ടോ? രണ്ടിന്റെയും കിട്ടിയിട്ടുണ്ട്. മേത്തറിന്റെയും കിട്ടിയിട്ടുണ്ട്, വഹാബിന്റെയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ നോട്ടിൽ പറഞ്ഞല്ലോ 0000000 എന്ന് പോവുക. ഇത് മാത്രമല്ല, അതിൽ ഒപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒപ്പിട്ടാലും കുഴപ്പമില്ല, വാങ്ങിച്ചാലും കുഴപ്പമില്ല, വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രി കേരളത്തെ പറഞ്ഞ് ധരിപ്പിച്ചെന്താ, ഇത് വാങ്ങിയില്ലെങ്കിൽ കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടും. ഈ ഒരു സ്വരത്തിലല്ലേ, ഈ ഒരു രീതിയിലാണല്ലോ പറഞ്ഞത്. മറ്റേ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞ് എല്ലാ മുസ്ലിം ലീഗുകാരെ കൊണ്ട് ഞങ്ങൾ BJP സിന്ദാബാ, PM ശ്രീ സിന്ദാബാ, നരേന്ദ്രമോദി സിന്ദാബാ എന്ന് വിളിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അതിലും അവർ പേടിച്ചു, മുസ്ലിം ലീഗുകാർ പേടിച്ചു. ഞാൻ ബാക്കിയോടെ ഒന്ന് പറയട്ടെ. ഇത് അടിയന്തരമായി ക്യാപ്റ്റൻ അബൈൻസ് എന്ന് പറഞ്ഞ് പഴയ ഗവൺമെന്റ് കൊടുത്ത കത്ത്, അതും കൂടെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള ക്യാബിനറ്റിന്റെ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന 25% സ്കൂളുകളെ ഒരു കാരണവശാലും ഈ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. കാരണം അവർ തന്നെ എതിർക്കുന്ന പല ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 5000 കോടി രൂപ മുടക്കി നമ്മുടെ സ്കൂളുകൾ ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളുകളാക്കി പ്രവർത്തിപ്പിക്കുന്നത്. ആ സ്കൂളുകളാണ് അവർ സെലക്ട് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ വെറും മോശമായി കിടക്കുന്ന സ്കൂളുകളല്ല, ഏറ്റവും നമ്പർ 1 നിൽക്കുന്ന സ്കൂളുകളെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഏറ്റവും നന്നായി ഉള്ള ലിഫ്റ്റും AC-യും മറ്റു സംവിധാനങ്ങളും ഒക്കെ തന്നെയുള്ള സ്കൂളിന്റെ മുന്നിൽ നമ്മൾ കഷ്ടപ്പെട്ട് 10 കോടി 15 കോടി രൂപ കെട്ടിയിട്ടിരിക്കുന്ന സ്കൂളാണല്ലോ. ആ സ്കൂളിന്റെ അവിടെ എഴുതി വയ്ക്കണം PM ശ്രീ. ഇതാണ്
അവർ കരുതുന്നത്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല.